ഇപ്പോൾ അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ പോൾ ചേരുന്നു. ശ്രീ സെബാസ്റ്റ്യൻ പോൾ, ഇപ്പോൾ അമറുൽ ഇസ്ലാമിൻ്റെ വധശിക്ഷ ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് ശരിവച്ചിരിക്കുന്നു എന്നുള്ളതാണ്. തൻ്റെ വധശിക്ഷയിൽ ഇളവ് നൽകണമെന്നുള്ള അഭ്യർത്ഥന ഹൈക്കോടതി തള്ളിയിരിക്കുന്നു, ഡിവിഷൻ ബെഞ്ച് തള്ളിയിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത. അല്ല, ആ കേസിന്റെ പശ്ചാത്തലവും മറ്റു വിവരങ്ങളും നമുക്ക് നന്നായി അറിയാവുന്നതാണ്. അതുകൊണ്ട് നമ്മുടെ എല്ലാവരുടെയും എന്നുവെച്ചാൽ കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ മനസാക്ഷിയെ വല്ലാതെ അലോസരപ്പെടുത്തിയ കേസായിരുന്നു അത്. അവിടെ അന്വേഷണം നടന്നു, പ്രതിയെ കണ്ടുകിട്ടി, പ്രതിക്ക് നൽകാവുന്ന പരമാവധി ശിക്ഷ കോടതി നൽകി. അതാണ് വധശിക്ഷ എന്നുള്ളത്. റേറസ്റ്റ് അഫയർ കാറ്റഗറിയിൽപ്പെട്ടതാണോ ആ കേസ് എന്ന് ചോദിച്ചാൽ അതങ്ങനെ ഒരു വ്യക്തമായ മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിൽ നിശ്ചയിക്കാൻ കഴിയുന്നതല്ല. അത് കോടതിയുടെ ഒരു തരത്തിലുള്ള വിവേചനാധികാരം അവിടെ പ്രയോഗിക്കേണ്ടി വരും. വധശിക്ഷയോട് പൊതുവെ വിയോജിപ്പുള്ള ആളാണ് ഞാൻ. ലോകവ്യാപകമായി വധശിക്ഷയ്ക്കെതിരെയുള്ള വലിയ മൂവ്മെന്റ് തന്നെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണിത്. നമ്മുടെ പാർട്ടി CPIM-ന്റെ പോലും നിലപാട് വധശിക്ഷയ്ക്ക് അത്ര അനുകൂലമായ ഒന്നല്ല. പക്ഷെ ചില സന്ദർഭങ്ങളിൽ അത് കോടതിക്കൊണ്ടുള്ള ഈ മനസാക്ഷി എന്നൊക്കെ പറയുന്നത് കോടതിക്ക് വധശിക്ഷ ഒഴിവാക്കാൻ കഴിയില്ല എന്ന ഒരു തോന്നൽ ഉണ്ടാകും. ഇവിടെ വിചാരണ കോടതി വധശിക്ഷ നൽകി, ഹൈക്കോടതി അത് ശരിവെച്ചു. ഇനി അതിന് മേലേക്ക് ഈ കേസ് പോയിക്കൂടാ എന്നില്ല. സുപ്രീം കോടതിയുണ്ട്. സുപ്രീം കോടതിയിലും വധശിക്ഷ ശരിവയ്ക്കപ്പെടുമോ എന്ന് ഇപ്പോൾ എനിക്ക് പറയാൻ കഴിയില്ല. പക്ഷേ വധശിക്ഷയോട് എനിക്കുള്ള പൊതുവായ ഒരു വിയോജിപ്പിന്റെ അടിസ്ഥാനത്തിൽ വധശിക്ഷ സ്ഥിരീകരിച്ച ഹൈക്കോടതി വിധിയോട് എനിക്ക് വിയോജിപ്പ് ഉണ്ട് എന്ന് പറയാതിരിക്കാൻ വയ്യ. വിയോജിപ്പുകൾ ഉള്ളപ്പോൾ പോലും കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രം എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ ഈ ജിഷ വധക്കേസ് ഒരു നിർണായക സംഭവമായി നിൽക്കുന്നു. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഒരുപക്ഷെ ആദ്യത്തെ പിണറായി സർക്കാരിൻ്റെ ഒന്നാമത്തെ മന്ത്രിസഭാ യോഗത്തിൽ ഇത് സംബന്ധിച്ചൊരു പ്രത്യേക അന്വേഷണ സംഘത്തെ അടക്കം നിയമിക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നത്. നമുക്കറിയാം, ചെരുപ്പ് കെട്ടിത്തൂക്കി പ്രതിയെ നോക്കിയിരുന്ന ഒരു കാലഘട്ടം നമ്മളാരും മറന്നു പോയിട്ടില്ല. ഒരുപക്ഷെ ഒരു നിരപരാധിയായ ഒരു പെൺകുട്ടി അതിക്രൂരമായി ബലാത്സംഗം കൊല ചെയ്യപ്പെട്ട ഒരു സംഭവത്തിൽ അന്വേഷണം എങ്ങുമെത്താതെ നിൽക്കുന്ന ഒരു സാഹചര്യവും വലിയ ജനരോഷത്തിന് അത് കാരണമാവുകയും ഒക്കെ ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കേരളീയ മനസാക്ഷി ഏതാണ്ട് പൂർണ്ണമായും ജിഷയ്ക്ക് വേണ്ടി നിന്നു എന്നുള്ള ഒരു യാഥാർത്ഥ്യം അവിടെ നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു വധശിക്ഷ ശരിവച്ച നടപടി അത് ജനകീയമായ ഒരു മനസ്സിനെ പ്രതിഫലിപ്പിക്കുന്നതല്ലേ? ആ സംഭവം നടന്നതിന് ശേഷം അന്വേഷണം എങ്ങും എത്താതിരിക്കുകയും അന്വേഷണം ഈ ചെരുപ്പ് കെട്ടിത്തൂക്കൽ തുടങ്ങിയ പ്രഹസനങ്ങളിലേക്ക് മാറുകയും ചെയ്ത സാഹചര്യം ഉണ്ടായിരുന്നു. ആ പശ്ചാത്തലത്തിലാണ് അന്ന് സംസ്ഥാന നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് തന്നെ നടന്നത്. LDF വരും, എല്ലാം ശരിയാകും എന്ന ഒരു ചെറിയ മുദ്രാവാക്യം അത് ഈ കേസിന്റെ പശ്ചാത്തലത്തിൽ കൂടി അത് ഞാനുമല്ല ഭാഗമൊക്കെ ഞാനും സ്ഥാനാർത്ഥിയായിരുന്നു. അപ്പോൾ കേരളത്തിന്റെ മനസാക്ഷിയെ ഉലച്ച വല്ലാതെ സങ്കടത്തിലാക്കിയ സംഭവം തന്നെയായിരുന്നു അത്. ആ കേസിന്റെ അന്വേഷണം അന്നത്തെ സർക്കാർ, UDF സർക്കാർ എത്രമാത്രം അതൊരു പരിഹാസ്യ സ്വഭാവം നൽകി ഇതൊക്കെ നമുക്ക് ഓർമ്മയുണ്ട്. അതുകൊണ്ടൊക്കെ കൂടിയാണ് LDF സർക്കാർ വന്നു, പ്രതിയെ പിടിച്ചു, ആ കേസ് പ്രോസിക്യൂഷൻ കുറ്റമറ്റ രീതിയിൽ അത് മുന്നോട്ട് കൊണ്ടുപോയി നിയമത്തിന് നൽകാവുന്ന പരമാവധി ശിക്ഷ, അതാണ് വധശിക്ഷ എന്നുള്ളത്, അത് ലഭിക്കുകയും ചെയ്തു. അത് പൊതുസമൂഹത്തിന് തൃപ്തികരമായ ആയിരുന്നു ആ കേസിന്റെ പര്യവസാനം. അതുകൊണ്ട് ഞാൻ ഇടയ്ക്ക് സൂചിപ്പിച്ചത് ആ വൈകാരികമായ പശ്ചാത്തലത്തിൽ നമ്മയൊക്കെ തൃപ്തിപ്പെടുത്തുന്ന വിധിയാണ് ഇന്ന് ഹൈക്കോടതിയിൽ നിന്ന് ഉണ്ടായതെങ്കിലും കുറെ കൂടി വിശാലമായ അടിസ്ഥാനത്തിൽ ചിന്തിക്കുമ്പോൾ അതിനോട് വിയോജിക്കുന്നവരുണ്ടാകണം. ആ വിയോജിപ്പ് ന്യൂനപക്ഷമായിരിക്കാം, എങ്കിലും ആ വിയോജിപ്പിനെ നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. ആൾക്കൂട്ടത്തിന്റെ ഭൂരിപക്ഷത്തിന്റെ ഇംഗിതമനുസരിച്ച് വിധിക്കുകയും വിധി നടപ്പാക്കുകയും ചെയ്യുന്ന അവസ്ഥയോട് ഒരു ചെറിയ വിയോജിപ്പ് എവിടെയെങ്കിലും രേഖപ്പെടുത്തേണ്ടതുണ്ട്. ഈ ഒരു ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് ഈ ഒരു തീരുമാനം എടുത്തു എങ്കിൽ പോലും ഇനി ഇദ്ദേഹത്തിന്, ഈ പ്രതിക്ക്
സുപ്രീം കോടതിയിലേക്ക് പോകാം, അതിനുശേഷം രാഷ്ട്രപതിയുടെ അടുത്തേക്ക് പോകാം, അങ്ങനെ ചില നിയമവശങ്ങൾ കൂടിയില്ലേ? തീർച്ചയായും പെർമിഷന് വേണ്ടി എക്സിക്യൂട്ടീവിനെ എന്ന് വെച്ചാൽ ഗവൺമെന്റിനെ സമീപിക്കാം, ദയാഹർജി നൽകാം. പല ഘട്ടങ്ങളും ഇനിയും പോകേണ്ടതുണ്ട്. കാരണം നമ്മുടെ നിയമവ്യവസ്ഥ അനുസരിച്ച് ഒരു വധശിക്ഷയ്ക്ക് വിധി ഉണ്ടായാൽ ഉടൻ അത് നടപ്പാക്കുന്ന രീതിയല്ല ഉള്ളത്. അതുകൊണ്ട് സമയമെടുക്കും. ആ സമയമെടുക്കുമ്പോൾ പല ഘട്ടങ്ങളിലൂടെ ഇത് കടന്നു പോകുമ്പോൾ എന്തെല്ലാം മാറ്റങ്ങൾ ഈ ശിക്ഷാവിധിക്ക് സംഭവിക്കും എന്ന് കൂടി നമുക്ക് കാത്തിരുന്ന് കാണാം. നന്ദി ശ്രീ സെബാസ്റ്റ്യൻ പോൾ സംസാരിച്ചതിന്.